ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. നമ്മുടെ പല കുടുംബങ്ങളും നാട്ടിലായിരിക്കുന്നല്ലോ. അവരവരായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവമായ കർത്താവ് പരിപാലിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. അടുത്തും ദൂരെയും നിന്ന് സൂമിൽ ദൈവവചന കേൾവിക്കായി സൂമിൽ പ്രവേശിച്ചിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായി പ്രതിഫലം നൽകി സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രത്യേകിച്ച് കാനഡയിൽ നിന്ന് പ്രിയാറ്റിൻസോയും വചന കേൾവിക്കായിട്ട് സൂമിൽ കയറുവാൻ കർത്താവ് കൃപ നൽകിയല്ലോ. ദൈവം തന്നെയും തന്റെ കുടുംബത്തെയും ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം പഠിച്ചുകൊണ്ടിരിക്കുന്നതായ വേദ ഭാഗത്തേക്ക് തന്നെ നമ്മുടെ ശ്രദ്ധയെ തിരിക്കുവാനായിട്ട് ഞാൻ ഇന്ന് രാത്രിയിൽ കർത്താവിൽ ശരണപ്പെട്ട് വീണ്ടും ആ വേദ ഭാഗത്തേക്ക് കടന്നു വരികയാണ്. ദൈവത്തിന്റെ വീണ്ടെടുപ്പിന്റെ പദ്ധതിയെ കുറിച്ചാണ് നാം ചിന്തിച്ച് കൊണ്ടിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവത്തിന്റെ വീണ്ടെടുപ്പിന്റെ പദ്ധതി തന്റെ ജനമായ ഇസ്രായേലിൽ കൂടെ ലോകം ദൈവത്തിന്റെ മഹത്വം കാണണമെന്ന് ദൈവത്തിന്റെ ആ ബേസിക് പ്ലാൻ അനുസരിച്ച് പ്രൈസ് ദി ലോർഡ് തന്റെ ജനത്തെ പണിയുവാനായി ദൈവം ആരംഭിക്കുന്ന ഘട്ടമാണ് ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായം മുതൽ നമ്മൾ കാണുന്നത്. അതിൽ തികച്ചും നല്ലൊരു അടിസ്ഥാനമായി വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനെ ദൈവം പണിത് ഉറപ്പിച്ച് നല്ലൊരു അടിസ്ഥാനമാക്കി മാറ്റുകയാണ്. അബ്രഹാം എന്നതായ വിശ്വാസികളുടെ പിതാവ് എന്നതായ ആ സ്ഥാനത്തിന് തികച്ചും അർഹനായി തീരേണ്ടതിന് വിശ്വാസത്തിൽ ഒട്ടും ക്ഷീണിച്ചു പോകാതെ ദൈവത്തിന് പരിപൂർണമായ അനുസരണം കാണിച്ചുകൊണ്ട് ദൈവത്തെ അനുസരിക്കുന്നതിനേക്കാൾ ഉപരി തന്റെ ജീവിതത്തിൽ മറ്റൊന്നുമില്ല എന്ന് തന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ കൂടെ തെളിയിച്ചുകൊണ്ട് ദൈവത്തിന്റെ വീണ്ടെടുപ്പിന്റെ പദ്ധതിക്ക്, ദൈവം ഒരുക്കിയതായ പദ്ധതിക്ക് കാരണമായി തീരുവാൻ, മൂലഹേതുവായി തീരുവാൻ എന്തുകൊണ്ടും താൻ യോഗ്യനാണ് എന്ന് അബ്രഹാം തന്റെ ജീവിതത്തിൽ കൂടെ തെളിയിച്ചതായ കാര്യമാണ് നാം 4 സ്റ്റേജുകളിലായി കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുകയാണ്. ദൈവത്തിന്റെ ആ വലിയ പദ്ധതിയുടെ പുരോഗമനമാണ് നാം തുടർന്ന് കാണുന്നത്. അബ്രഹാമിനെ ഉറപ്പിച്ച് ഒരു ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഒരു അടിസ്ഥാനമാക്കി മാറ്റിയിട്ട് അബ്രഹാമിന്റെ സന്തതിയായ ഇസഹാക്കിന്റെ ജീവിതത്തിലേക്ക് നാം കടന്നു വരികയാണ്. ഇസഹാക്കിനെ സംബന്ധിച്ച് ഇസഹാക്കിന്റെ ജനനം നമ്മൾ ചിന്തിച്ചു. ഇസഹാക്കിന്റെ ബാല്യകാലത്തെ കുറിച്ച് നാം അല്പമായി ചിന്തിപ്പാനായിട്ട് ദൈവം സഹായിച്ചു. അതിനുശേഷം ഇസഹാക്കിന്റെ യൗവനകാലത്തേക്ക് നാം കടന്നു വന്നു. ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം എന്ന് പറയുന്നത് ഇസഹാക്കിന്റെ വിവാഹത്തോടുള്ളതായ ബന്ധത്തിലാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ ചിന്ത പറഞ്ഞു നിർത്തുവാനായിട്ടിടയായി തീർന്നത്. ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം 63-ാമത്തെ വാക്യം വായിക്കുമ്പോ അവിടെ നമ്മൾ വായിക്കുന്ന വാക്യം ഇതാണ്: വൈകുന്നേരത്ത് ഇസഹാക്ക് ധ്യാനിപ്പാൻ വെളിപ്രദേശത്ത് പോയിരുന്നു. അവൻ തലപൊക്കി നോക്കി ഒട്ടകങ്ങൾ വരുന്നത് കണ്ടു. ഇസഹാക്കിന് വേണ്ടി ഭാര്യയെ അന്വേഷിക്കേണ്ടതിന് അബ്രഹാമിന്റെ ആജ്ഞപ്രകാരം പോയതായ ഏലിയാസ് റിബേക്കയെയും കൊണ്ട് മടങ്ങി വരുന്നതായ സന്ദർഭം. അവിടെ ഇസഹാക്കിനെ കുറിച്ച് നാം വായിക്കുന്നത്, വൈകുന്നേരത്ത് ഇസഹാക്ക് ധ്യാനിപ്പാൻ വെളിംപ്രദേശത്ത് പോയിരുന്നു. ഇത് യൗവനക്കാരന്റെ ഒരു നോർമൽ പ്രാക്ടീസ് ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അത് ഒരു വിഷയത്തിന്റെ മുകളിലല്ല, മിക്കവാറും ആ ദേശത്തുള്ളത് അബ്രഹാമിന്റെ ഭവനത്തിലെ ഒരു പ്രാക്ടീസായി നമുക്ക് കണക്കാക്കുവാനായിട്ട് കഴിയും. നോർമൽ പ്രാക്ടീസ് ഓഫ് യങ് പീപ്പിൾ അത് പിൻപറ്റുന്നത് നല്ലതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. നമുക്ക് അല്പം സമയം കിട്ടുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും ഒന്ന് വിചിന്തനം ചെയ്യുന്നത് നല്ലതാണ്. പ്രൈസ് ദി ലോർഡ്.
വൈകുന്നേരത്ത് അല്പം കൂട്ടുകാരുമായി വെളിയിൽ പോയി സമയം ചെലവഴിക്കാൻ കിട്ടുന്നതായ ആ സമയം ഇസഹാക്ക് എന്താ ചെയ്തത്? വെളിമ്പ്രദേശത്ത് ഏകനായി ചെന്ന് അവൻ ധ്യാനിപ്പാനായി കടന്നു പോകുമ്പോഴാണ് അവൻ എന്ത് ചെയ്തത്? തല ഉയർത്തി നോക്കി തനിക്ക് വരേണ്ടതായ നന്മ അവൻ കാണുവാനിടയായിട്ട് തീരുന്നത്. ഭാര്യയെ ലഭിക്കുന്നവന് നന്മ ലഭിക്കുന്നു എന്നാണ് ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്നത്. അപ്പോ ഏതാണ്ട് 40 വയസ്സ് പ്രായമുള്ളതായ ഈ മനുഷ്യൻ വെളിപ്രദേശത്ത് ധ്യാനിപ്പാനായി കടന്നു ചെന്നു. അവൻ തല ഉയർത്തി നോക്കിയപ്പോ ഒട്ടകക്കൂട്ടം വരുന്നത് കണ്ടു. തനിക്ക് നിയമിക്കപ്പെട്ടതായ തന്റെ നിയുക്ത ഭാര്യ വരുന്നതായ കൂട്ടമാണെന്ന് അവൻ മനസ്സിലാക്കി. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടും ആ വെളിമ്പ്രദേശത്ത് അവൻ ധ്യാനിക്കാൻ പോയത് അവന്റെ ജീവിതത്തിൽ നന്മ പ്രാപിക്കേണ്ടതിന് ഇടയായിട്ട് തീർന്നു. എന്തിനാണ് പരിശുദ്ധാത്മാവ് ഓരോ സെന്റൻസും ഇങ്ങനെ രേഖപ്പെടുത്തി വെക്കുന്നത് എന്ന് നാം ചിന്തിക്കണം. നമ്മുടെ ജീവിതത്തിൽ നന്മകൾ വൈകുമ്പോൾ, ദൈവം തരാൻ ഉദ്ദേശിക്കുന്നതായ അനുഗ്രഹങ്ങൾ വൈകുമ്പോൾ, ദൈവം തരുവാൻ ഉദ്ദേശിക്കുന്നതായ ഉയർച്ചകൾ വൈകുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, നാം നമ്മുടേതായിട്ടുള്ളതായ വഴി അന്വേഷിച്ച് പലപ്പോഴും ദൈവത്തിന്റെ വഴി വിട്ടുപോകാർ പതിവുണ്ട്. എന്നാൽ ഇസഹാക്കിനെ പോലെ ദൈവസന്നിധാനത്തിൽ പോയിരിക്കേണ്ടതിന് വെളിമ്പ്രദേശത്ത് ആരുമറിയാതെ, ആരോടും കൂട്ടാൻ ആരോടും പറയാതെ താൻ പോയി തന്റെ ദൈവസന്നിധാനത്തിൽ ധ്യാനിക്കുന്നതായ ഒരു ജീവിതചര്യ നാം കണ്ടതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ ആവശ്യങ്ങളുടെ മുമ്പിൽ, നമ്മുടെ ജീവിതത്തിന്റെ വിവിധ വിഷയങ്ങളുടെ മുമ്പിൽ ദൈവസന്നിധാനത്തിൽ ധ്യാനത്തോടെ ആയിരിക്കുമ്പോൾ തല ഉയർത്തി നോക്കേണ്ടതായ ഒരു സന്ദർഭം കടന്നു വരുവാനായിട്ടിടയായിട്ട് തീരും. ഏതായാലും അബ്രഹാമിന്റെ ഭവനത്തിൽ എത്തിച്ചേർന്നതായ റിബേക്കയെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ പാതയിലേക്ക്, എന്തുകൊണ്ടാണ് അബ്രഹാമിന്റെ ഭവനത്തിലേക്ക് റിബേക്ക എത്തിച്ചേർന്നു? റിബേക്കയുടെ പ്രായം എന്തായിരിക്കും എന്നുള്ള കാര്യം കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു. നമ്മൾ തുടർന്ന് വായിക്കുന്നത് 20 വർഷം റിബേക്ക ഒരു നന്മ ലഭിക്കേണ്ടതിന് കാത്തിരുന്നു എന്നാണ് നമുക്ക് വായിപ്പാനായിട്ട് കഴിയുന്നത്. ഏതാണ്ട് 20 വർഷമായിട്ടും അബ്രഹാമിന്റെ ഭവനത്തിൽ ഇസഹാക്കിന്റെ ഭാര്യയായി റിബേക്ക എത്തിച്ചേർന്ന് 20 വർഷം കഴിഞ്ഞിട്ടും താന് ഗർഭിണിയായില്ല. ഒരു മകനെ അല്ലെങ്കിൽ ഒരു തലമുറയെ കാണുവാനായിട്ട് കഴിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അതിന് പലവിധമായ റീസൺ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ, ആത്മീക വിഷയത്തോടുള്ളതായ ബന്ധത്തിൽ ചിന്തിച്ചാൽ നമുക്ക് കിട്ടുന്നതായ മറുപടിയും, സാത്താന്യ മണ്ഡലത്തോടുള്ളതായ ബന്ധത്തിൽ ചിന്തിച്ചാൽ കിട്ടുന്നതായ മറുപടിയും ഹല്ലേലൂയ നമുക്ക് ചിന്തിപ്പാനായിട്ട് കഴിയും. ഞാൻ തൽക്കാലം ആത്മീക ജീവിതത്തിൽ അല്ലെങ്കിൽ ആത്മീക കാഴ്ചപ്പാടിൽ എന്തുകൊണ്ടാണ് അവളുടെ ആ നന്മ വൈകിയത് എന്ന് കഴിഞ്ഞ ആഴ്ചയിൽ ഞാനൊന്ന് സൂചിപ്പിക്കുവാനായിട്ടിടയായി. പ്രൈസ് ദി ലോർഡ്. ഒന്നാമത്, അബ്രഹാമിന്റെ ഭവനത്തിലേക്കാണ് റിബേക്ക എത്തിച്ചേർന്നത്. അബ്രഹാമും സാറായും ഒക്കെ വിശ്വാസത്തിൽ കരുത്തുള്ളവരായിരുന്നു. അബ്രഹാമിന്റെ സന്തതിയായ ഇസഹാക്കും വിശ്വാസത്തിൽ കരുത്തുള്ളവൻ തന്നെയാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമ്മളത് കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതാണ്. മോറിയാമലയിൽ ഇസഹാക്കായിരുന്നതായ സന്ദർഭത്തിൽ. അപ്പോ ഇസഹാക്കിനെ സംബന്ധിച്ച് വിശ്വാസത്തിൽ കരുത്ത് പ്രാപിച്ചവനാണ്. അബ്രഹാമിന്റെ സന്തതിയായ ഇസഹാക്കിന്റെ ഭാര്യയായ റിബേക്ക ആ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടെങ്കിൽ മാത്രമേ, ആ വിശ്വാസത്തിന്റെ ആ ഉറപ്പേറിയ അനുഭവത്തിൽ വന്നെങ്കിൽ മാത്രമേ തുടർന്നുള്ളതായ ദൈവത്തിന്റെ പദ്ധതി അവളിൽ കൂടെ നിവർത്തിപ്പാനായിട്ട് കഴിയുകയുള്ളൂ. നമ്മളത് മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവം അബ്രഹാമിന്റെ കുടുംബത്തെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു, ഇസഹാക്കിനെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു. ഇസഹാക്കിനെ മാത്രം വിശ്വാസത്തിൽ ഉറപ്പിച്ചാൽ പോരാ, ഇസഹാക്കിന്റെ ഭാര്യയായ റിബേക്കയും തുല്യമായ നിലയിൽ വിശ്വാസത്തിൽ ഉറച്ചെങ്കിൽ മാത്രമേ
ദൈവത്തിന്റെ പദ്ധതി ഇസഹാക്കിന്റെ ഭവനത്തിൽ കൂടെ പുറത്തു വരികയുള്ളൂ. അതുകൊണ്ട് ദൈവത്തിന്റെ പദ്ധതി ഇസഹാക്കിന്റെ ഭവനത്തിൽ കൂടെ അതിശക്തമായി പുറത്തു വരേണ്ടതിന് റിബേക്കയെ വിശ്വാസത്തിൽ ഉറപ്പിക്കേണ്ടത് ആവശ്യമായിരുന്നത് കൊണ്ട് അവൾക്ക് നന്മ ലഭിക്കുന്നതിൽ, അല്ലെങ്കിൽ അവളുടെ സന്തതിയെ ലഭിക്കുന്നത് വൈകിക്കുവാനായി ദൈവം പ്ലാൻ ചെയ്തു എന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം, എന്റെ പിതാവ് അല്ലെങ്കിൽ എന്റെ പൂർവികന്മാർ വിശ്വാസത്തിൽ കരുത്തരായിരുന്നു എന്നതുകൊണ്ട് എന്നിൽ കൂടെ ദൈവത്തിന്റെ പദ്ധതി ഒരിക്കലും പുറത്തു വരുവാൻ പ്രയാസമാണ്. അപ്പൻ മുന്തിരിങ്ങ നിന്നതുകൊണ്ട് മക്കളുടെ പല്ല് പുളിക്കുമോ എന്ന് പ്രവാചകൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവരവർക്ക് ലഭിക്കേണ്ടതായ ദൈവിക അനുഗ്രഹങ്ങൾ, ദൈവം വെച്ചിരിക്കുന്നതായ നന്മ അവരവർ പ്രാപിക്കുവാൻ സമൂഹത്തിൽ ഒരംഗമായി നിന്നു എന്നതുകൊണ്ട് കാര്യമില്ല. നമ്മളായിരിക്കുന്നതായ സഭയിൽ കരുത്തനായ ഒരു അംഗം എന്നുള്ളതായ നിലയിലായിരുന്നത് കൊണ്ട് കാര്യമില്ല. പിന്നെയോ നമ്മുടെ വ്യക്തിപരമായ ജീവിതം, ദൈവപ്രവൃത്തി നമ്മൾ കൂടെ വെളിപ്പെട്ടു വരേണ്ടതിന് വേണ്ടി ഒരുക്കപ്പെടണം. അത് നാം മനസ്സിലാക്കണം. ഇസഹാക്ക് വിശ്വാസത്തിൽ കരുത്തനായിരുന്നു എന്നതുകൊണ്ട് റിബേക്കയ്ക്ക് പ്രൈസ് ദി ലോർഡ് ആ വിശ്വാസത്തിന്റെ പേര് ലഭിക്കണമെന്നില്ല. എന്നാൽ അബ്രഹാമിന്റെ ഭവനത്തിലേക്ക് വന്നതായ റിബേക്ക അബ്രഹാമിന്റെയും പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ അതുപോലെ അബ്രഹാമിന്റെ കുടുംബത്തിന്റെയും അതുപോലെ ഇസഹാക്കിന്റെയും വിശ്വാസം കണ്ട് ആ വിശ്വാസത്തിൽ അവൾ ഉറയ്ക്കുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീരുകയാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ആരോഗ്യമുള്ളതായ ഒരു വിശ്വാസത്തിന്റെ അടിത്തറയിലേക്ക് അവൾ കടന്നു വരുവാനായിട്ടിടയായി. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് 13, 14 അല്ലെങ്കിൽ 17, 18 വയസ്സുള്ളതായ ഒരു പെൺകുട്ടി ഗർഭിണിയായി ഒരു മകനെ അല്ലെങ്കിൽ ഒരു മകളെ പ്രസവിച്ചാൽ പ്രൈസ് ദി ലോർഡ് ആ ഉണ്ടാകുന്നതായ തലമുറയ്ക്ക് മാതാവിനോളം മാത്രമേ ബലവും കരുത്തും ഉണ്ടാകുകയുള്ളൂ. ആരോഗ്യമുള്ളതായ ഒരു മാതാവിൽ നിന്ന് മാത്രമേ ആരോഗ്യമുള്ളതായ ഒരു കുഞ്ഞിന് ജനിക്കുവാനായിട്ട് കഴിയും. മാതാവ് എപ്രകാരമാണോ അതുപോലെ തന്നെ ആയിരിക്കും കുഞ്ഞും എന്നുള്ള കാര്യം അത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇസ്രായേലിനെ പണിയുവാൻ ഒരു കരുത്തനായ സന്തതി ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ പ്രായത്തിലും പക്വതയിലും വിവേകത്തിലും ജ്ഞാനത്തിലും കാര്യപ്രാപ്തിയിലുമൊക്കെ റിബേക്ക ആ പക്വതയിലേക്ക് വരേണ്ടതിന് ദൈവം അല്പനേരം അവളുടെ ജീവിതത്തിൽ എടുക്കുവാനായിട്ടിടയായി. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാക്കണമേ, നാളുകളായി പ്രാർത്ഥിക്കുകയും കരയുകയും ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവം ചില നന്മകൾ മുടക്കുവാൻ കാരണം നാം ആ പക്വതയിലേക്ക് എത്തിച്ചേരാത്തത് കൊണ്ടാണ്. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതായ ആ ജ്ഞാനത്തിലേക്ക് നാം ഒരുപക്ഷെ എത്താത്തത് കൊണ്ടായിരിക്കാം നമ്മുടെ നന്മകൾ മുടങ്ങിയിരിക്കുന്നത് എന്ന് നാം ചിന്തിക്കുവാൻ പ്രാപ്തരാകണം. ദൈവത്തിന് സ്തോത്രം. കാരണങ്ങളാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അത് കൺഫേം ആയിട്ട് അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ ആയിരിക്കണമെന്നില്ല. അതിനൊരു അനേക കാരണങ്ങളിൽ ഒരു കാരണം പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് മാനസികമായും ശാരീരികമായും ആരോഗ്യമുള്ളവരായിരിക്കണം ആര്? കുടുംബത്തിലെ കുടുംബനാഥന്മാർ അല്ലെങ്കിൽ സ്ത്രീകൾ. പ്രൈസ് ദി ലോർഡ്. ദൈവത്താൽ നിയമിക്കപ്പെട്ടതായ കുടുംബങ്ങൾ ഹല്ലേലൂയ നാം പഠിക്കുമ്പോൾ ഇത് വളരെ വാസ്തവമാണ്. നമ്മുടെ ചുറ്റുപാടും നോക്കുമ്പോഴും നമുക്കത് കാണുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒരു സമൂഹത്തിൽ ഒരു സൊസൈറ്റിയിലേക്ക് ചെന്നാൽ ആ സൊസൈറ്റിയിൽ പ്രൈസ് ദി ലോർഡ് ആരോഗ്യകരമായ അല്ലെങ്കിൽ സന്തോഷകരമായ പ്രൈസ് ദി ലോർഡ് ഒരു സൊസൈറ്റി രൂപം പ്രാപിക്കുവാൻ ആരോഗ്യമുള്ള സ്ത്രീകളുള്ളതായ കുടുംബങ്ങൾ ആ സൊസൈറ്റിയിൽ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കണം. ഇസ്രായേലിയ സ്ത്രീകളെ സംബന്ധിച്ച് എല്ലാവരും സ്ഥിരമുള്ളവരും ആരോഗ്യമുള്ളവരുമായിരുന്നു എന്ന് നമുക്ക് തിരുവചനത്തിൽ നിന്ന് തന്നെ വായിക്കുവാനായിട്ട് കഴിയും.
അപ്പൊ രണ്ടാമത്തെ കാരണം അതാണ്. ഇനി മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, റിബേക്ക അബ്രഹാമിന്റെ ഭവനത്തിലേക്ക് കടന്നു വരുമ്പോ എവിടുന്ന് അവൾ കടന്നു വരുന്നത്? നാഹോറിന്റെ ഭവനത്തിൽ നിന്നാണ് കടന്നു വരുന്നത്. നാഹോറിന്റെ ഭവനത്തിൽ ഉള്ളതായ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ ബിംബാരാധികളാണ്. അബ്രഹാമിന്റെ കുടുംബ പശ്ചാത്തലം ചിന്തിച്ചു കഴിഞ്ഞാൽ, അബ്രഹാം ദൈവശബ്ദം കേട്ട് പുറപ്പെട്ടു വരുന്നതിന് മുമ്പേ മെസൊപ്പൊത്താമിയയിലെ ശക്തരായ വിഗ്രഹാരാധികളുടെ കുടുംബമായിരുന്നു. അപ്പൊ അബ്രഹാമിന്റെ പിതൃഭവനത്തിലേക്ക് എലിയാസർ ചെന്ന ആ പിതൃഭവനത്തിൽ നിന്നാണ് റിബേക്കയെ കൂട്ടിക്കൊണ്ടുവരുന്നത്. അപ്പൊ എന്താണ് റിബേക്കയുടെ പശ്ചാത്തലം? റിബേക്കയുടെ പശ്ചാത്തലം എന്ന് പറയുന്നത് ബിംബാരാധനയുടെ അല്ലെങ്കിൽ അന്യാരാധനയിൽ നിന്നാണ്, അന്യാരാധനക്കാരുടെ ഇടയിൽ നിന്നാണ് ആര് കടന്നു വരുന്നത്? റിബേക്ക കടന്നു വരുന്നത്. ജീവനുള്ള ദൈവത്തെക്കുറിച്ചോ ദൈവത്തിന്റെ പ്രവൃത്തിയെക്കുറിച്ചോ ദൈവത്തിന്റെ കാര്യങ്ങളെക്കുറിച്ചോ മനസ്സിലാക്കുവാനുള്ളതായ പ്രാപ്തി ആർക്കില്ലായിരുന്നു? റിബേക്കയ്ക്കില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആ പക്വതയിലേക്ക്, ആ ആത്മീയ പക്വതയിലേക്ക് അവൾ വരുന്നതിന് മുമ്പ് അവളുടെ കുടുംബസ്ഥയായാൽ, മക്കളുടെ മാതാവായി തീർന്നാൽ, അവളുടെ പാരമ്പര്യത്തിലേക്ക് മക്കളെ വളർത്തുവാൻ അവൾ താല്പര്യപ്പെടും. തലമുറകൾ എന്ത് ചെയ്യും? ദൈവത്തിന്റെ ഉദ്ദേശപ്രകാരം വരികയില്ല. അതുകൊണ്ട് പ്രൈസ് ദി ലോർഡ്, ദീർഘവർഷങ്ങൾ അബ്രഹാമിന്റെ ഭവനത്തിൽ ഇസഹാക്കിനോട് കൂടെ ആയിരുന്നു കൊണ്ട് ഇസഹാക്കിന്റെ ദൈവത്തെ മനസ്സിലാക്കുകയും ഇസഹാക്കിന്റെ ദൈവത്തെ ആരാധിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിക്കുകയും ദൈവത്തിന്റെ പ്രമാണങ്ങളെ കുറിച്ച് ഇസഹാക്കിൽ നിന്ന് ആഴമായി പഠിക്കുകയും അങ്ങനെ വിശ്വാസത്തിന്റെ വേര് ക്രമേണ റിബേക്കയിൽ ഊന്നുവാൻ തക്കവണ്ണം ഇടയായി. അവൾ വിശ്വാസത്തിൽ ബലപ്പെട്ടു വരുവാനായിട്ടിടയായി. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പദ്ധതി നിറവേറ്റപ്പെടണമെങ്കിൽ ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ളതായ ആ അടിസ്ഥാനത്തിലേക്ക് എത്തിയെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ. അതാണ് ദൈവത്തിന്റെ വീണ്ടെടുപ്പ് ഇസഹാക്കിന്റെ ഭവനത്തിൽ കൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കാൻ കാരണം? തലമുറകൾ കഴിയുമ്പോ തന്റെ ജനമായ ഇസ്രയേലിന് യഹോവയായ ദൈവം എങ്ങനെ പരിചയപ്പെടുത്തണം? ഞാൻ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ യഹോവയാണ് എന്ന് തന്റെ ജനമായ ഇസ്രയേലിന് ദൈവം തന്നെ പരിചയപ്പെടുത്തണമെങ്കിൽ ഇസഹാക്കിന്റെ ഭവനം വിശ്വാസത്തിന്റെ ദൈവപ്രവൃത്തിയുടെ ദൈവത്തെ അറിയുന്നതായ ആ കരുത്തുള്ളതായ ഒരു ഭവനമായി മാറിയെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഇസഹാക്കിനെ പോലെ തന്നെ റിബേക്കയും ആ ദൈവിക പരിജ്ഞാനത്തിലേക്ക്, ജീവനുള്ള ദൈവത്തെ കുറിച്ചുള്ളതായ ആ ജ്ഞാനത്തിലേക്ക് വളർന്നു വരേണ്ടത് ആവശ്യമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ മൂന്ന് കാരണങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് ചിന്തിപ്പാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഇനിയും നമുക്ക് ഇസഹാക്കിനെ ദൈവം എങ്ങനെയാണ് പണിതത് എന്ന് കാണുവാനായിട്ട് കഴിയും. അബ്രഹാമിനെ പണിതത് എങ്ങനെയാണെന്ന് നമ്മൾ ചിന്തിച്ചു. അബ്രഹാമിനെ ദൈവം പണിത് ദൈവത്തിന്റെ ഹൃദയപ്രകാരം ദൈവത്തിന്റെ സ്നേഹിതൻ എന്നുള്ളതായ ആ പദവിയിലേക്ക് അബ്രഹാമിനെ കൊണ്ടുവന്നു. അപ്പോ അബ്രഹാമിന്റെ ദൈവത്തിന്റെ സ്നേഹിതനാണ് അബ്രഹാം എന്നുള്ളതായ ആ സ്റ്റാറ്റസ് മാത്രമല്ല ഇസഹാക്കിൽ നിന്ന് ദൈവം ആഗ്രഹിച്ചത്. ഇസഹാക്കിൽ നിന്ന് ദൈവം ഇസഹാക്കിൻ്റെതായിട്ടുള്ളതായ ഒരു ആത്മീക നിലവാരത്തിലേക്ക് ഇസഹാക്കിനെ കൊണ്ടുവരേണ്ടതിന് വേണ്ടി ഇസഹാക്കിനെ ദൈവം പണിയുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നാം എന്തിനാണ് ഇങ്ങനെ ഈ രീതിയിൽ വേദപുസ്തകത്തെ ചിന്തിക്കുന്നത്? നാം എല്ലാവരും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ദൈവിക പദ്ധതി പൂർത്തീകരിക്കാനായി വിളിക്കപ്പെട്ടവരാണ്. അപ്പൊ ദൈവിക പദ്ധതിക്കായി വിളിക്കപ്പെടാനായിട്ട് അല്ലെങ്കിൽ പൂർത്തീകരിക്കാനായി നിറവേറ്റപ്പെടുവാൻ വിളിക്കപ്പെട്ടവരായ നമ്മിൽ ദൈവത്തിന്റെ പദ്ധതി വ്യത്യസ്തമാണ്. ആ ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി നാം എന്തു ചെയ്യണം, എങ്ങനെ ഒരുക്കപ്പെടണമെന്ന് വിവിധ വ്യക്തികളിൽ കൂടെ, ദൈവം ഉപയോഗിച്ച വിവിധ വ്യക്തികളിൽ കൂടെ പഠിക്കുവാനായിട്ടാണ് ആ വിഷയം നമുക്ക് ഇങ്ങനെ ഈ രീതിയിൽ അല്ലെങ്കിൽ അധ്യായമായി നാം ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെട്ടത്. പ്രൈസ് ദി ലോർഡ്. ഇസഹാക്കിനെ ദൈവം എങ്ങനെയാണ് പണിതത് എന്ന് മനസ്സിലാക്കേണ്ടതിന്
നമുക്ക് 26-ാം അധ്യായത്തിലേക്ക് ഒന്ന് വരാം. പ്രൈസ് ദി ലോർഡ്. 26-ാം അധ്യായം വലിയൊരു അധ്യായമാണ്. അതെല്ലാം വായിക്കുവാനൊന്നും എന്റെ മുമ്പിൽ സമയമില്ല. വാക്യങ്ങൾ വായിക്കാതെ തന്നെ ചില സംഭവങ്ങൾ നമുക്ക് ചിന്തിച്ചു പോകുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. ആ 26-ാം അധ്യായം ആരംഭിക്കുന്നത് അബ്രഹാമിന്റെ കാലത്തുണ്ടായതായ ക്ഷാമം കൂടാതെ. ആ വാക്യം ഒന്ന് വായിച്ചാൽ 26-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. അബ്രഹാമിന്റെ കാലത്തുണ്ടായ മുമ്പിലത്തെ ക്ഷാമം കൂടാതെ പിന്നെയും ആ ദേശത്ത് ഒരു ക്ഷാമം ഉണ്ടായി. മതി. അബ്രഹാമിന്റെ കാലത്ത് ഒരു ക്ഷാമം ഉണ്ടായി. അബ്രഹാം എന്ത് ചെയ്തു എന്ന് 12-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചതാണ്. അബ്രഹാമിന്റെ കാലത്തുണ്ടായതായ ക്ഷാമം വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ടായ ക്ഷാമമാണ്. ആ ക്ഷാമം കൂടാതെ ഇസഹാക്കിന്റെ ജനനത്തിനൊക്കെ വളരെ മുമ്പുണ്ടായ ക്ഷാമം. ആ ക്ഷാമം വന്നപ്പോ അബ്രഹാം എന്ത് ചെയ്തു എന്നുള്ള കാര്യം നമുക്കറിയാം. ആ ക്ഷാമം കൂടാതെ വീണ്ടും എന്ത് ചെയ്തു? ഇസഹാക്ക് പാർത്തിരുന്നതായ ദേശത്ത് ക്ഷാമമുണ്ടായി. ക്ഷാമമുണ്ടായി കഴിഞ്ഞപ്പോ എന്താ സംഭവിച്ചത്? അബ്രഹാം എന്ത് ചെയ്തുവോ അത് ചെയ്യുവാൻ ഒരുപക്ഷെ ആഗ്രഹം വരുമായിരുന്നതായ ഇസഹാക്ക് തന്റെ പിതാവ് വിശ്വാസത്തിൽ കരുത്തുള്ളവരായതുകൊണ്ട് തന്റെ പാത തന്നെ പിന്തുടരാം. താൻ ചെയ്തതുപോലെ ഒക്കെ ഞാൻ ചെയ്യാം, താൻ ചെയ്തതുപോലെ ഒക്കെ ഞാൻ ചെയ്തെങ്കിലേ ആ വിശ്വാസത്തിന്റെ പൂർണ്ണതയിൽ എത്തിച്ചേരുകയുള്ളൂ എന്ന മാനുഷിക സങ്കല്പത്തിൽ അവൻ ഉറയ്ക്കാതെ എന്തു ചെയ്തു? അവൻ ദൈവത്തോട് ചോദിക്കുവാനിടയായി. ദൈവമേ, എന്റെ അപ്പന്റെ കാലത്തൊരു ക്ഷാമമുണ്ടായി. അപ്പൻ അങ്ങയുടെ ദാസനാണ്, അങ്ങയുടെ സ്നേഹിതനാണ്. അന്ന് മിസ്രൈമിലേക്ക് ഇറങ്ങിപ്പോയി. ഞാനും മിസ്രൈമിലേക്ക് ഇറങ്ങിപ്പോകട്ടെ എന്ന് ഒരുപക്ഷെ ഇസ്ഹാക്കിന്റെ ഹൃദയത്തിൽ വന്നതായ ചിന്ത അവൻ ദൈവവുമായിട്ട് പങ്കിട്ടപ്പോ ദൈവം അവനോട് എന്താ പറഞ്ഞെന്നറിയാമോ? നീ മിസ്രൈമിലേക്ക് പോകരുത്. നീ എന്ത് ചെയ്യണം? ഈ ദേശത്ത് പാർക്കണം. നോക്കൂ, ഒരേ വിഷയമാണ്. പ്രൈസ് ദി ലോർഡ്. വളരെ ജീവിതത്തിൽ വിജയത്തിന്റെ കൊടുമുടിയിലെത്തിയതായ അബ്രഹാം ആ വിഷയത്തെ എങ്ങനെ നേരിട്ടുവോ അതുപോലെയല്ല ഇസഹാക്കിനെ കൊണ്ട് ദൈവം ആ വിഷയത്തെ ഫേസ് ചെയ്യുവാൻ അനുവദിക്കുന്നത്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? പ്രൈസ് ദി ലോർഡ്. നമുക്ക് മുമ്പേ പോയൊരു വ്യക്തി ഒരു വിഷയത്തിന്റെ മുമ്പിൽ എങ്ങനെ പ്രവർത്തിച്ചു ജയം നേടിയോ അതുപോലെ പ്രവർത്തിച്ച് ജയം നേടാമെന്ന് നമ്മൾ വിചാരിക്കരുത്. നാം എന്ത് ചെയ്യണം? നാം ദൈവത്തോട് ചോദിക്കണം. ഒരുപക്ഷെ വിഷയം പഴയതായിരിക്കാം, എന്നാൽ ആ പഴയ വിഷയമാണെങ്കിലും ഒരു പുതിയ പദ്ധതി ദൈവം നമ്മിൽ കൂടെ ചെയ്തെടുക്കുവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ദൈവത്തോട് ചോദിക്കുവാനുള്ളതായ ആ പഠനത്തിലേക്ക്, ആ ഒരു പരിചയത്തിലേക്ക്, ഒരു അനുഭവത്തിലേക്ക് ഇസഹാക്കിനെ നടത്തുകയാണ്. നോക്കൂ, ഇസഹാക്കിന്റെ ഭവനത്തിൽ കൂടെ ദൈവിക വീണ്ടെടുപ്പ് തുടരപ്പെടേണ്ടതിന് മറ്റൊരു പഠനം അല്ലെങ്കിൽ മറ്റൊരു അനുഭവം ഇസഹാക്കിനെ കൊടുക്കേണ്ടതായി വന്നു. ക്ഷാമത്തിന്റെ മധ്യത്തിലും ആ ക്ഷാമത്തിൽ നിന്ന് ഓടിയകലാതെ ആ ക്ഷാമത്തിന്റെ മധ്യത്തിൽ പരിപാലിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമാണ് ഞാനെന്ന യഹോവയായ ദൈവം ഇസഹാക്കിന് തെളിയിച്ചു കൊടുക്കേണ്ടതിന് ഇസഹാക്കിനോട് പറഞ്ഞു, നീ മിസ്രൈമിലേക്ക് ഇറങ്ങിപ്പോകരുത്, ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതായി ഈ ദേശത്ത് പാർക്കണം. കാരണം എന്താ നമുക്കറിയാം, ഇസഹാക്ക് വരണ്ട ദേശത്ത്, മഴയില്ലാത്ത ദേശത്ത്, ആ ക്ഷാമമുള്ള ദേശത്ത് വിതച്ചു. പ്രൈസ് ദി ലോർഡ്. അത് മഴയില്ലായിരിക്കാം, പ്രൈസ് ദി ലോർഡ്, ചൂടേറിയതായിരിക്കാം, മറ്റുള്ളവർക്ക് ആർക്കും വിളവ് ലഭിച്ചില്ല എന്ന് വന്നേക്കാം. പക്ഷേ ഇസഹാക്കിനെ സംബന്ധിച്ച് നമ്മൾ വായിക്കുന്നത് ഇസഹാക്ക് 100 മേനി കൊയ്തെന്ന വായിക്കുന്നത്. ആ വരണ്ട ദേശത്ത് ഇസഹാക്കിന് ലഭിക്കേണ്ടതായ നന്മ അതിന്റെ പൂർണ്ണതയിൽ ലഭിക്കുവാനിടയായി. ഭൗതിക സമ്പന്നതയല്ല നമ്മുടെ വിഷയം. പ്രൈസ് ദി ലോർഡ്. ദൈവം ആഗ്രഹിക്കുന്നതായ ആ സമ്പന്നത, അത് ഭൗതികമാകട്ടെ, അത് ആത്മീയമാകട്ടെ, ദൈവത്തിങ്കിൽ നിന്ന് അരുളപ്പാട് കേട്ട് അതിനുവേണ്ടി സാഹചര്യം നോക്കാതെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവ പൈതലിനു വേണ്ടി ദൈവം ദേശത്തിന്റെ പ്രതിസന്ധികൾക്കിടയിലും സമ്പന്നത വരുത്തുവാൻ കഴിവുള്ളവനാണെന്ന ആത്മീക ദൂത് ഇന്ന് രാത്രി നമ്മുടെ ഹൃദയത്തിൽ ആഴമായി പതിയട്ടെ. ദൈവത്തിന്റെ വീണ്ടെടുപ്പ് പദ്ധതിക്ക് വേണ്ടി ഇസഹാക്കിനെ പേഴ്സണലായി ഒരുക്കുകയാണ്. രണ്ടാമത്, ആ സമ്പന്നത കഴിഞ്ഞു വന്നു കഴിഞ്ഞപ്പോ ഇസഹാക്ക് വിചാരിച്ചു, എന്റെ പിതാവായ അബ്രഹാം കുഴിച്ച അനേക കിണറുകളുണ്ടല്ലോ,
ആ കിണറുകളെ ഞാൻ കുഴിക്കാൻ കാരണം എന്റെ ആടുമാടുകൾ വർദ്ധിച്ചു, എനിക്ക് ആവശ്യങ്ങൾ വർദ്ധിച്ചു, ഉള്ള കിണർ കൊണ്ട് പോരാ, എനിക്ക് ആടുമാടുകൾക്ക് വെള്ളവും തീറ്റയും കൊടുക്കുവാൻ കിണറുകൾ ഇനിയും കുഴിച്ചെങ്കിലേ പറ്റുകയുള്ളൂ എന്ന് മനസ്സിലാക്കി ഇസഹാക്ക് എന്ത് ചെയ്തു? അബ്രഹാം കുഴിച്ചതും ഫെലിസ്ത്യർ മണ്ണിട്ട് നികത്തിയതുമായ അതേ കിണറുകൾ ഇസഹാക്ക് കുഴിക്കുവാനിടയായി. വിശദീകരിക്കുന്നില്ല. ഇസഹാക്ക് കുഴിച്ച കിണർ കണ്ട് അതിനകത്ത് വെള്ളം കണ്ടു കഴിഞ്ഞപ്പോ പ്രദേശത്തെ ശത്രുക്കൾ, ഇസഹാക്കിനെ ക്രുദ്ധതയോടെ നോക്കുന്ന ശത്രുക്കൾ അടുത്ത് വന്ന് ഇസഹാക്കുമായി ശണ്ടയിടുകയാണ്. ഇത് ഞങ്ങളുടെ കിണറാണെന്ന് പറഞ്ഞ് ശണ്ടയിടുകയാണ്. പ്രൈസ് ലോർഡ്. ശണ്ടയിടുന്നതായ ഇസഹാക്കിന്റെ ശത്രുക്കളോട് ഇസഹാക്ക് ശണ്ടയിടുവാൻ കരുത്തില്ലാത്തത് കൊണ്ടല്ല, അവന് ആൾബലമില്ലാത്തത് കൊണ്ടല്ല, അവന് ധനത്തിന്റെ പശ്ചാത്തലമില്ലാത്തത് കൊണ്ടല്ല. അവൻ എന്ത് ചെയ്തു? ആ ശണ്ടയിട്ടവരിൽ നിന്ന് അവൻ മാറിപ്പോയി മറ്റൊരു കിണർ കുഴിക്കുകയാണ്. ഏശക്ക് വിട്ട് അവൻ സിഗ്ന എന്ന് പറയുന്ന രണ്ടാമത്തെ കിണർ കുഴിക്കുകയാണ്. രണ്ടാമത്തെ കിണറിലും വെള്ളം കണ്ടു കഴിഞ്ഞപ്പം അതിനെതിരെയും ശണ്ട വന്നു. ഇസഹാക്ക് എന്ത് ചെയ്തു? അതും വിട്ട് കളഞ്ഞിട്ട് മാറി മൂന്നാമതൊരു കിണർ കുഴിക്കുകയാണ്. എന്താ അങ്ങനെ രേഖപ്പെടുത്തിയിരിക്കാൻ കാരണം? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി ദൈവം തന്റെ പദ്ധതി നമ്മിൽ കൂടെ നിവർത്തിപ്പാൻ ആഗ്രഹിക്കുന്നെങ്കിൽ മറ്റുള്ളവർ ഇസഹാക്കിനോട് കാണിച്ചതിന് ഒത്തവണ്ണമുള്ള പ്രതികരണമല്ല ഇസഹാക്കെ നീ കാണിക്കേണ്ടത്. മറ്റുള്ളവർ ശണ്ടയ്ക്ക് വന്നാൽ, മറ്റുള്ളവർ നിനക്ക് വിരോധമായി ചിന്തിച്ചാൽ, മറ്റുള്ളവർ നിനക്കെതിരെ അപവാദം പറഞ്ഞാൽ, മറ്റുള്ളവർ നിന്നെ ക്രുദ്ധിച്ചാൽ, മറ്റുള്ളവർ നിന്നോട് ദേഷ്യപ്പെട്ടാൽ, മറ്റുള്ളവർ നീ ആഗ്രഹിക്കുന്നത് അവരിൽ നിന്ന് ലഭിക്കാതെ വന്നാൽ അതിനനുസരിച്ചുള്ളതായ ഒരു സ്വഭാവം തിരിച്ചു കാണിക്കുകയല്ല ഇസഹാക്ക് ചെയ്തത്. ഇസഹാക്ക് ശാന്തമായി അവിടെ നിന്ന് മാറിപ്പോകുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. നമ്മുടെയൊക്കെ ചിന്ത അല്ലെങ്കിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ പദ്ധതി പലപ്പോഴും നമ്മിൽ മുടങ്ങിപ്പോകാൻ കാരണം എന്താണെന്നറിയാമോ? ഞാൻ പറയാം. നമ്മുടെ ആത്മീയ വ്യക്തിത്വം നാം ഇല്ലാതാക്കുന്നത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഓരോ ദൈവ പൈതലിനും ഒരു സ്പിരിച്വൽ പേഴ്സണാലിറ്റി ദൈവം കൊടുത്തിട്ടുണ്ട്. അത് നാം അറ്റൈൻ ചെയ്യണം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ആഴമായി മനസ്സിലാക്കേണ്ടതായ വിഷയമാണ്. ദൈവത്തിന്റെ വീണ്ടെടുപ്പാണ് നമ്മുടെ വിഷയം. നാം വീണ്ടെടുപ്പിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ്. ആ വീണ്ടെടുപ്പിലേക്ക് വേണ്ടി നാം നടത്തപ്പെടണമെങ്കിൽ ഇസഹാക്കിന്റെ സ്വഭാവം നമ്മൾ പഠിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. തന്നോട് കൂടെ നിന്നവരായിരിക്കുന്ന ദേശനിവാസികളാണ്, അയൽക്കാരാണ്. വെള്ളം കണ്ടു കഴിഞ്ഞപ്പോ, നന്മ കിട്ടിയെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോ ശണ്ടയിടാൻ വന്നു. പ്രൈസ് ദി ലോർഡ്. അതിനനുസരിച്ച് തിരിച്ച് ശണ്ടയിടുകയല്ല ഇസഹാക്ക് ചെയ്തത്. ഇസഹാക്ക് ആ സമാധാനകാംക്ഷിയായി അവൻ ആ കാര്യം അവർക്ക് വിട്ടുകൊടുത്തിട്ട് പ്രൈസ് ദി ലോർഡ് അവൻ മാറിപ്പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. സ്വഭാവം അനുസരിച്ച് നമ്മുടെ സ്വഭാവം മാറ്റരുത്. ഒരു ദൈവ പൈതലിന് അവൻ്റെതായിട്ടുള്ള സ്പിരിച്വൽ പേഴ്സണാലിറ്റി ഉണ്ട്. ആ സ്പിരിച്വൽ പേഴ്സണാലിറ്റി ദൈവവചനത്തിന് അടിസ്ഥാനമായിട്ടായിരിക്കണം. ആ സ്വഭാവം മറ്റുള്ളവൻ എന്നോട് ചെയ്തതുപോലെ അവനോട് തിരിച്ചു ചെയ്യാനോ അല്ലെങ്കിൽ അവനോട് അതിനനുസരിച്ചുള്ളതായ ഹല്ലേലൂയ സ്വഭാവം പ്രതിഫലിപ്പിക്കുവാനോ ഒരു ദൈവ പൈതലിന് ദൈവം അനുവദിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് തന്നിരിക്കുന്നതായ ആത്മീക സ്വഭാവം എപ്പോഴും നാം കീപ്പ് ചെയ്യുവാൻ തയ്യാറായിരിക്കണം. അതിൽ നിന്ന് വ്യതിചലിച്ചു പോകരുത് എന്നാണ് ഇസഹാക്കിനെ പഠിപ്പിക്കേണ്ടതിന് ഇസഹാക്കിനെതിരായി സ്വന്തം അയൽക്കാരെ തന്നെ ഇസഹാക്കിനെതിരായി ദൈവം അയച്ചത്. പക്ഷെ ഇസഹാക്ക് എന്ത് ചെയ്തു? പ്രൈസ് ദി ലോർഡ്. താൻ ഒരിക്കൽ പ്രാപിച്ചതായ ആ സൗമ്യതയും അല്ലെങ്കിൽ ആത്മീക സ്വഭാവത്തിൽ നിന്ന് അവൻ മാറിയില്ല. തനിക്കെതിരെ രൂപപ്പെട്ട ശത്രുവിന്റെ അതിക്രമങ്ങളെ തന്റെ ബുദ്ധിയോ തന്റെ ശക്തിയോ ഉപയോഗിച്ച് നേരിടുവാൻ അനുവദിക്കാതെ ക്ഷമയും സഹിഷ്ണുതയും കൊണ്ട് ഇസഹാക്ക് അവിടെ തെളിയിക്കുവാനായിട്ടിടയായിട്ട് തീരുകയാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ ഇസഹാക്ക് നേരിട്ടതായ മൂന്നാമത്തെ കാര്യം
26-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ ഭാഗത്തേക്ക് വരുമ്പോ ഇസഹാക്കിന്റെ അടുക്കലേക്ക് ആ ദേശത്തിന്റെ അധിപനായ അബീമേലെക്കും അബീമേലെക്ക് വരികയാണ്. അബീമേലെക്ക് പറയുകയാണ്, നിന്നോടുകൂടെ ദൈവം ഉണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി, അതുകൊണ്ട് എന്ത് ചെയ്യണം, നീ ഞങ്ങളുടെ ഇടയിൽ നിന്ന് മാറിപ്പോകണമെന്ന്. സാധാരണ രീതിയിൽ അവരാണ് മാറിപ്പോകേണ്ടത്, അങ്ങനല്ലേ? നീ ഞങ്ങളുടെ ഇടയിൽ നിന്ന് മാറിപ്പോകണമെന്ന് പറഞ്ഞപ്പോ ഇസഹാക്ക് തന്റെ കരുത്ത് കാണിച്ചില്ല. അവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരു സംഘർഷം ഉണ്ടാകും, അവർ തമ്മിലൊരു സംഘർഷം ഉണ്ടാകും, അവർ തമ്മിലൊരു ഫ്രിക്ഷൻ ഉണ്ടാകും. ആ ഫ്രിക്ഷൻ ഒഴിവാക്കാൻ തന്നെ കൊണ്ട് എന്ത് ചെയ്യുവാൻ കഴിയുമോ അത് ചെയ്യുവാനായിട്ട് ഇസഹാക്ക് തയ്യാറായി. താൻ സമാധാനകാംക്ഷിയാണ് എന്ന് തെളിയിക്കുകയാണ്. 26-ാം അധ്യായം ഇസഹാക്കിനെ ദൈവം പണിയുന്ന അധ്യായമായി നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. ഇസഹാക്കിന് അതുകൊണ്ട് നഷ്ടമുണ്ടായോ? ഇല്ല. ഇസഹാക്കിന് ലാഭമല്ലാതെ നഷ്ടമുണ്ടായില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ആത്മീക സ്വഭാവം വെളിപ്പെടുത്തുവാൻ നമുക്ക് ഒരുപക്ഷെ നഷ്ടം വരേണ്ടി വന്നാൽ, നമ്മുടെ അഭിമാനം ക്ഷതപ്പെടുത്തേണ്ടി വന്നാൽ, നമ്മുടെ സ്ഥാനം ഒരുപക്ഷെ പോകേണ്ടി വന്നാൽ അത് നഷ്ടമല്ല, അത് ലാഭമാണ്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ദൈവത്തിന്റെ പദ്ധതിക്ക് സഹായകമായി തീരുവാൻ ദൈവത്തിന്റെ പദ്ധതി എന്നാണ് ആര് പഠിപ്പിക്കുന്നത്. ഇസഹാക്കിനെ കൊണ്ട് നമുക്കുള്ളതായ പാഠം ദൈവം തരുന്നത് പ്രൈസ് ദി ലോർഡ് മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ ജീവിതത്തിൽ അഡോപ്റ്റ് ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. നാം എല്ലാവരും വീണ്ടെടുപ്പിന് വേണ്ടി കാത്തിരിക്കുന്നത് കൊണ്ട് ആ ദൈവത്തിന്റെ പദ്ധതി നമ്മിൽ കൂടെ വിവിധമായ രീതിയിൽ നിറവേറ്റപ്പെടേണ്ടത് കൊണ്ട് നാം നമ്മെ തന്നെ പണിയേണ്ടത് ആവശ്യമാണ്. ദൈവത്തിന്റെ പണിക്ക് വേണ്ടി നാം സമർപ്പിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ഈഗോയോ, നമ്മുടെ ശക്തിയോ, നമ്മുടെ ബുദ്ധിയോ, നമ്മുടെ കഴിവുകളോ, നമ്മുടെ കഴിവോ ഒന്നും ദൈവം മുമ്പാകെ മറ്റുള്ളവരുടെ മുമ്പാകെയോ പ്രദർശിപ്പിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ദൈവം നമുക്ക് തന്നിരിക്കുന്നതായ ആ സ്പിരിച്വൽ പേഴ്സണാലിറ്റി കീപ്പ് ചെയ്യുവാൻ നാം ഉത്സാഹിക്കാം. ദൈവം അതിനായിട്ട് നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇനി നമുക്ക് 25-ാം അധ്യായത്തിലേക്ക് മടങ്ങി വരാം. 25-ാം അധ്യായത്തിലേക്ക് വരുമ്പോ അവിടെ റിബേക്ക എപ്രകാരമാണ് വിശ്വാസത്തിൽ ഉറച്ചത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. 15 വയസ്സിലാണ് റിബേക്ക ഇസഹാക്കിന്റെ അടുക്കൽ വന്നതെങ്കിൽ ഇപ്പൊ വർഷം 20 കഴിഞ്ഞു. എത്ര വയസ്സായി? 35-ൽ കുറയാത്ത പ്രായം ഇപ്പം റിബേക്കയ്ക്കുണ്ട്. ഉൽപ്പത്തി പുസ്തകം ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 25:21 ഒന്ന് വായിച്ചാട്ടെ. തന്റെ ഭാര്യ മച്ചിയായിരുന്നത് കൊണ്ട് ഇസ്ഹാക്ക് അവൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ അവന്റെ പ്രാർത്ഥന കേട്ടു. അവന്റെ ഭാര്യ റിബേക്ക ഗർഭം ധരിച്ചു. പ്രൈസ് ദി ലോർഡ്. തന്റെ ഭാര്യ മച്ചിയായിരുന്നത് കൊണ്ട് ഇസ്ഹാക്ക് അവൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ അവന്റെ പ്രാർത്ഥന കേട്ട് അവന്റെ ഭാര്യ റിബേക്ക ഗർഭം ധരിച്ചു. അപ്പോ ഇതുവരെ കഴിഞ്ഞ 20 വർഷം കൊണ്ടും മുടങ്ങിക്കിടന്നതായ ഒരു നന്മ ഇസഹാക്ക് പ്രാർത്ഥിച്ചപ്പോ ആ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി അവൾക്ക് ഉദരത്തിൽ അവൾ ഗർഭം ധരിക്കുവാൻ തക്കവണ്ണം ഇടയായി. വിശ്വാസം അവളിൽ ഉറയ്ക്കുവാനുള്ളതായ കാരണമേ കഴിഞ്ഞ 20 വർഷം ഞാൻ ദൈവത്തെ സേവിച്ചു. അബ്രഹാമിന്റെ ദൈവം എന്റെ ദൈവമായിരുന്നു, ഇസഹാക്കിന്റെ ദൈവം എന്റെ ദൈവമായിരുന്നു. ഞാൻ എൻ്റെ അപ്പന്റെ ദൈവത്തെ വിട്ടു, അവിടുത്തെ ആരാധന വിട്ടു, അവിടുത്തെ ചട്ടങ്ങൾ വിട്ടു, അവിടുത്തെ പ്രമാണങ്ങൾ വിട്ടു. ഇപ്പോൾ അബ്രഹാം പറഞ്ഞിരുന്ന അല്ലെങ്കിൽ ഇസഹാക്ക് പറയുന്ന ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ദൈവത്തിന് എന്നിൽ പ്രവർത്തിപ്പാൻ കഴിയുമെങ്കിൽ ഇസഹാക്കെ നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇസഹാക്ക് റിബേക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ചാൽ മറുപടിയുണ്ട് എന്ന് റിബേക്കയ്ക്ക് മനസ്സിലായി. ഇസഹാക്കിന്റെ 60-ാമത്തെ വയസ്സിൽ പ്രൈസ് ദി ലോർഡ് റിബേക്ക ഗർഭം ധരിപ്പാനായിട്ടിടയായിട്ട് തീരുകയാണ്. സ്തോത്രം. വിശ്വാസത്തിൽ ഉറച്ചതിന്റെ അടുത്ത ലക്ഷണം നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. 22-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം.
അവളുടെ ഉള്ളിൽ ശിശുക്കൾ തമ്മിൽ തിക്കിയപ്പോൾ അവൾ ഇങ്ങനെയായാൽ ഞാൻ എന്തിന് ജീവിക്കുന്നു എന്ന് പറഞ്ഞ് യഹോവയോട് ചോദിപ്പാൻ പോയി. ഉദരത്തിൽ ശിശുക്കൾ തമ്മിൽ തിക്കിയപ്പോ അതിന്റെ പ്രയാസം സഹിക്കാൻ വയ്യാതെ അവൾ എന്ത് ചെയ്തില്ല? അവൾ പ്രൈസ് ദി ലോർഡ് ഇസഹാക്കിന്റെ അടുക്കലേക്ക് അല്ലെങ്കിൽ പരാതി പറയാനായിട്ട് പോയില്ല, ദൈവത്തോട് ചോദിക്കാനായിട്ട് പോകുകയാണ്. അപ്പോ ഇസഹാക്കിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി തനിക്ക് ലഭിക്കേണ്ടതായ നന്മ ലഭിച്ചു എന്ന് മനസ്സിലാക്കിയതായ റിബേക്ക പ്രൈസ് ദി ലോർഡ് ആ ദൈവത്തോട് തന്റെ വിഷയങ്ങൾ എന്ത് പറഞ്ഞാലും ആ വിഷയത്തിന് മറുപടി ഉണ്ടാകുമെന്നുള്ളതായ വിശ്വാസം അവരുടെ ഹൃദയത്തിൽ ഉറയ്ക്കുവാനിടയായി. പ്രൈസ് ദി ലോർഡ് അന്യദേശത്ത് നിന്ന് അന്യദേവന്മാരുടെ ദേവന്മാരെ ആരാധിച്ചിരുന്ന അന്യ സംസ്കാരത്തിൽപ്പെട്ടതായ ആ റിബേക്ക ഈ ഭവനത്തിൽ വന്ന് ജീവനുള്ളവനായ ദൈവത്തെ കണ്ട് ദൈവത്തിങ്കലുള്ളതായ നന്മ പ്രാപിച്ച് അവൾ ദൈവത്തിങ്കൽ വിശ്വാസത്തോടെ ഉറയ്ക്കുവാൻ കഴിഞ്ഞപ്പോ പ്രൈസ് ദി ലോർഡ് ദൈവജനത്തിന്റെ മാതാവായി യഹോവയായ ദൈവം റിബേക്കയെ മാറ്റുകയാണ്. പ്രൈസ് ദി ലോർഡ് തന്റെ ജനത്തിന്റെ മാതാവായി റിബേക്കയെ ദൈവം സെലക്ട് ചെയ്ത് അവളെല്ലാം നന്മ പകർന്നു കൊടുക്കുവാൻ ഇടയായിട്ട് തീരുകയാണ്. പ്രൈസ് ദി ലോർഡ് ഇപ്പൊ ദൈവത്തിന് പറയുവാൻ കഴിയും, ഞാൻ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും ദൈവമാണ്. പ്രൈസ്. കാരണം എന്താ? അബ്രഹാം സാറയോടുകൂടെ വിശ്വാസത്തിൽ ഉറച്ചതുപോലെ ഇസഹാക്ക് റിബേക്ക പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഇസഹാക്കിനോടുകൂടെ വിശ്വാസത്താൽ ഉറച്ച് ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് ആ കുടുംബം പണിയപ്പെടുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ് സ്തോത്രം. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുകയാണ്. പക്ഷേ ഇനിയാണ് അടുത്ത വരുവാൻ പോകുന്നതായ അടുത്ത ഗുരുതരമായ വിഷയം. ആ ഗുരുതരമായ വിഷയം എന്താണ്? ഈ നന്മ ലഭിച്ചു കഴിഞ്ഞപ്പോ ഇസഹാക്കിന്റെ ഫാമിലി എന്ന് പറയുന്ന കുടുംബം എന്ന് പറയുന്നത് രണ്ട് ഡയറക്ഷനിലേക്ക് പോകുവാനുള്ളതായ മുഖാന്തരമായി തീരുകയാണ്. രണ്ട് ഡയറക്ഷനിലേക്ക്. പ്രൈസ് ദി ലോർഡ്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, സഹോദരിമാർ ചെയ്യേണ്ടതായ ചില ഉത്തരവാദിത്വങ്ങളുണ്ട്. ആ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുവാൻ കുടുംബസ്ഥന്മാർ ഉത്സാഹിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞു. സഹോദരിമാർ ചെയ്യേണ്ടതായ വിലപ്പെട്ടതായ ഒരു കാര്യമുണ്ട്, അത് ഞാൻ അടുത്ത ആഴ്ച പറയാമെന്ന് ഞാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ആ വിഷയത്തിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പൊ ഇസഹാക്കിന്റെ കുടുംബം എന്ത് ചെയ്തു? രണ്ട് ഭാഗത്തേക്ക്, രണ്ട് ഡയറക്ഷനിലേക്ക് തിരിയുവാനിടയായി. ദൈവം അവൾക്ക് കൊടുത്തതായ ഒരു വാഗ്ദത്തമുണ്ട്. റിബേക്കയുടെ ഉദരത്തിൽ ശിശുക്കൾ തമ്മിൽ തിക്കിയപ്പോ യഹോവയായ ദൈവം റിബേക്കയ്ക്ക് കൊടുത്തൊരു വാഗ്ദത്തമുണ്ട്. ആ വാഗ്ദത്തം ഇപ്രകാരമാണ്. 23-ാമത്തെ വാക്യം വായിക്കാം. യഹോവയോട് രണ്ട് ജാതികൾ നിന്റെ ഗർഭത്തിലുണ്ട്, രണ്ട് വംശങ്ങൾ നിന്റെ ഉദരത്തിൽ നിന്ന് തന്നെ പിരിയും, ഒരു വംശം മറ്റേ വംശത്തിലും ശക്തിപ്പെടും, മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്ന് അരുളിച്ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ദൈവം കൊടുത്തതായ ആ അരുളപ്പാട് വളരെ കൃത്യമാണ്. എന്താണ് പറഞ്ഞത്? നിന്റെ ഉദരത്തിൽ രണ്ട് കുഞ്ഞുങ്ങൾ ഉണ്ടെന്നല്ല, രണ്ട് ജാതികളുണ്ട് എന്ന് പറഞ്ഞാൽ രണ്ട് വംശങ്ങളുണ്ട്, രണ്ട് നേഷൻസ് ഉണ്ടെന്നാ പറഞ്ഞത്. രണ്ട് വംശങ്ങൾ നിന്റെ ഉദരത്തിൽ നിന്ന് പിരിയും, ഒരു വംശം മറ്റേ വംശത്തിലും ശക്തിപ്പെടും, മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്ന് അരുളിച്ചെയ്തു. ഇതാരാ കേട്ടത്? ഇത് റിബേക്ക വളരെ വ്യക്തമായി കേട്ട ശബ്ദമാണ്. ദൈവ ശബ്ദത്തിൽ പ്രൈസ് ദി ലോർഡ് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകുമ്പോ പതറിപ്പോകാതെ ആ ദൈവത്തിന്റെ ശബ്ദത്തിൽ ഉറയ്ക്കേണ്ടതിന് വേണ്ടിയാണ്. ദൈവ ശബ്ദമാണെന്ന് കേട്ട് സാഹചര്യത്തിന് വിരുദ്ധമാണെങ്കിലും, പാരമ്പര്യ ആചാരങ്ങളിൽ നിന്ന് വിരുദ്ധമാണെങ്കിലും, ദേശത്തെ ചട്ടങ്ങളിൽ നിന്ന് ന്യായങ്ങളിൽ നിന്ന് വിരുദ്ധമാണെങ്കിലും, ദൈവം പറഞ്ഞതായ ഒരു അരുളപ്പാട് അതുപോലെ വിശ്വസിക്കണമെങ്കിൽ അവളുടെ ഹൃദയത്തിൽ ദൈവത്തിങ്കലുള്ളതായ വിശ്വാസം വളരെ ആഴമായി വേരോടിയെങ്കിലേ പറ്റുകയും. പ്രൈസ് ദി ലോർഡ്. മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്ന് ആ ദേശത്തിന്റെ ചട്ടമനുസരിച്ച് അബ്രഹാം ആയിരുന്നതായ കുടുംബചരിത്രം പരിശോധിച്ചാലും പ്രൈസ് ദി ലോർഡ് ആ നിലനിൽക്കുന്നതായ ആ ചട്ടപ്രകാരമാണെങ്കിലും ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഒരു കുടുംബത്തിൽ രണ്ട് കുഞ്ഞുങ്ങൾ ഉണ്ടായാൽ
മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്നുള്ളതല്ല, ഇളയവൻ മൂത്തവനെ സേവിക്കുമെന്നുള്ളതാണ് ദേശത്തിന്റെ നിയമം. അതാണ് കുടുംബത്തിന്റെ നിയമം. അതാണ് അവിടുത്തെ ആചാരം. അതിനെ ഖണ്ഡിക്കുവാനോ അതിനെതിരായി മൂവ് ചെയ്യുവാനോ കഴിയുകയില്ല. പക്ഷേ ദൈവം ദേശത്തിന്റെ ആചാരത്തിനനുസരിച്ചല്ല പ്രവർത്തിക്കുന്നത്. ദൈവം പാരമ്പര്യ ആചാരങ്ങൾക്കനുസരിച്ചല്ല പ്രവർത്തിക്കുന്നത്. ദൈവത്തിന് ദൈവത്തിൻ്റെതായിട്ടുള്ള പദ്ധതിയുണ്ട്. കാരണം ദൈവത്തിന്റെ വീണ്ടെടുപ്പിന്റെ പദ്ധതിയുടെ മൂന്നാമത്തെ തലത്തിലേക്ക് ദൈവം കൊണ്ടുപോകുകയാണ്. അതിന് ദൈവത്താൽ പണിയപ്പെടേണ്ടതായ യാക്കോബിന്റെ ആ വലിയ കുടുംബത്തെ രൂപപ്പെടുത്തേണ്ടത് ദൈവത്തിന്റെ പദ്ധതിയായതുകൊണ്ട് ഇളയവൻ മൂത്തവനെ സേവിക്കുമെന്നുള്ളതായ ആ പാരമ്പര്യ ആചാരത്തിൽ നിന്ന് വിരുദ്ധമായി മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്നുള്ളതായ ദൈവിക പദ്ധതി റിബേക്കയെ കേൾപ്പിക്കുവാനിടയായി. റിബേക്ക മറുത്തൊന്നും ചോദിച്ചില്ല. ദൈവമേ, അങ്ങേക്ക് തെറ്റുപറ്റിയോ? ദേശത്തിന്റെ ചട്ടം അങ്ങനെ അല്ലല്ലോ, കുടുംബചരിത്രം അതല്ലല്ലോ, ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ നാട്ടുകാരെല്ലാം അവിടെ കല്ലെറിയത്തില്ലേ എന്നൊന്നും റിബേക്ക പറഞ്ഞില്ല. അതുപോലെ അവൾ ഹൃദയത്തിൽ ഏറ്റെടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അടുത്ത സെക്ഷനിലേക്ക് ഞാൻ വരികയാണ്. തുടർന്ന് അവളുടെ ഓരോ ചെയ്തികളും പ്രൈസ് ദി ലോർഡ് പ്രതിഫലിപ്പിക്കുന്ന ഒരു സെന്റൻസ് ഉണ്ട്. ഇസഹാക്ക് മൂത്തവനായ ഏശാവിനെ സ്നേഹിച്ചപ്പോ റിബേക്കയോ ഇളയവനായ യാക്കോബിനെ സ്നേഹിച്ചു എന്ന് എഴുതിയിരിക്കും. എന്താണ് അങ്ങനെ സ്നേഹിക്കാൻ കാരണം? പ്രൈസ് ദി ലോർഡ്. ഇളയവനായ യാക്കോബിനെ സ്നേഹിപ്പാൻ എന്താ കാരണം? പ്രൈസ് ദി ലോർഡ്. അവനാണ് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടേണ്ടവനെന്ന് മനസ്സിലാക്കിയ റിബേക്ക ദൈവത്തിന്റെ ആലോചനയ്ക്ക്, ദൈവത്തിന്റെ അരുളപ്പാടിന്, ദൈവത്തിന്റെ കൽപ്പനയ്ക്ക്, ദൈവത്തിന്റെ ഹിതത്തിന് പരിപൂർണമായി ഏൽപ്പിക്കുകയാണ്. ഞാൻ പറയട്ടെ, പ്രൈസ് ദി ലോർഡ്, ഒരു കുടുംബത്തിൽ നിന്ന് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണമെന്നുണ്ടെങ്കിൽ, ദൈവത്തിന്റെ പദ്ധതി അതിന്റെ പൂർണ്ണതയിൽ വെളിപ്പെടണമെന്നുണ്ടെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, കുടുംബ നാഥന്മാർ അല്ല, അല്ലെങ്കിൽ മാത്രമല്ല, പ്രൈസ് ദി ലോർഡ്, കുടുംബനാഥന്മാരുടെ അല്ലെങ്കിൽ കുടുംബത്തിലെ സ്ത്രീകൾ ദൈവ ആശ്രയം എത്ര അധികമായിരിക്കണമെന്ന് രേഖപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഭർത്താവ് ചെയ്യുന്നത് പോലെ ഞാൻ ചെയ്തുകൊണ്ട് പോകാം. ഭർത്താവ് ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്യുന്നതിനെല്ലാം ഞാൻ അനുകൂലിക്കാം. ഒരിക്കലും അതിനെതിരായി നിൽക്കണമെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ദൈവഹിതം മനസ്സിലാക്കുവാനും ആ ദൈവഹിതത്തിലേക്ക് തന്റെ കുടുംബത്തെ നയിക്കുവാനുമുള്ളതായ ഒരു വലിയ ഉത്തരവാദിത്വം സഹോദരിമാരിൽ ഉണ്ട് എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുകയാണ്. പ്രൈസ്. കണ്ണുമടച്ച് ഞാൻ അങ്ങിരിക്കാം, എല്ലാം ഭർത്താവ് ചെയ്യട്ടെ, എല്ലാം ഭർത്താവ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഇരിക്കരുത്. കുടുംബത്തിലെ സഹോദരിമാർ, ഒരു കുടുംബം ദൈവത്താൽ പണിയപ്പെടണമെങ്കിൽ, തലമുറകളുടെ മേൽ ദൈവത്തിന്റെ ആലോചന നിവർത്തിക്കണമെങ്കിൽ, ദൈവം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതായ ദൈവിക നന്മകൾ തലമുറകളുടെ മേൽ അതിൻ്റെതായ അളവിൽ പകരണമെന്നുണ്ടെങ്കിൽ, ഒന്നാമത് കുടുംബത്തിലെ അമ്മമാർ ദൈവഹിതം അന്വേഷിക്കണം. റിബേക്ക ദൈവത്തോട് ചോദിപ്പാൻ പോയതുപോലെ ദൈവത്തോട് ചോദിക്കണം, ദൈവത്തിങ്കൽ നിന്ന് കേൾക്കണം. ദൈവത്തിങ്കൽ നിന്ന് കേൾക്കുന്നതിന് വേണ്ടി ശ്രമിക്കുമ്പോൾ ദൈവം വ്യക്തമായ അരുളപ്പാടുകൾ അറിയിക്കും. അതിനുവേണ്ടി അത് നിറവേറപ്പെടുവാൻ പ്രൈസ് ദി ലോർഡ് തീരുമാനത്തോടെ, പ്രതിഷ്ഠയോടെ, ഭവനത്തിന്റെ ഉന്നമനത്തിനായി സഹോദരിമാർ ശുഷ്കാന്തിയോടെ നിൽക്കണമെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കുടുംബത്തിന്റെ അനുഗ്രഹത്തിന്റെ കാരണമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. തീർന്നില്ല കേട്ടോ. ഇനി അടുത്തത് വളരെ പ്രധാനമായിട്ടുണ്ട്. യേശാവിനെ എന്തുകൊണ്ടാണ് ദൈവം തിരഞ്ഞെടുക്കാത്തത് എന്നുള്ളത് നമുക്ക് കാര്യങ്ങൾ വായിക്കുമ്പോഴേ അറിയത്തുള്ളൂ. പക്ഷേ ദൈവത്തിന്റെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കിയാൽ ദൈവം അവസാനം ആദ്യം കാണുന്നവനാണ്, ആദിയെങ്കിലെ അവസാനം കാണുന്നവനാണ്. അപ്പൊ ഒരു മനുഷ്യനെ സംബന്ധിച്ച മനുഷ്യന്റെ ഡെസ്റ്റിനി എന്താണെന്നുള്ള കാര്യം ദൈവത്തിന് അറിയാം.
പക്ഷേ ആ ഡെസ്റ്റിനി ദോഷകരമാണെങ്കിൽ ആ ദോഷകരമായ അനുഭവത്തിൽ ചെന്ന് ചാടാതിരിക്കേണ്ടതിന് ദൈവം അതിനു വേണ്ടിയുള്ളതായ പദ്ധതികൾ അവന് വേണ്ടി ഒരുക്കും. പക്ഷേ അവൻ അത് മനസ്സിലാക്കാതെ പോകുന്നത് കൊണ്ടാണ് ഓരോരുത്തരും തെറ്റായ മാർഗത്തിലേക്ക്, ദുഷ്ടതയിലേക്ക്, പാപത്തിലേക്ക്, അക്രമത്തിലേക്ക് പോയി വീഴാൻ കാരണം. ദൈവമല്ല അതിന് കാരണക്കാരൻ. പ്രൈസ് ദി ലോർഡ്. ഏശാവിനെ സംബന്ധിച്ച് ഏശാവ് അശ്രദ്ധയുള്ളവനാണ്. അവൻ എത്ര നന്മ കിട്ടിയാലും അത് അലക്ഷ്യമായി കരുതുമെന്നുള്ള കാര്യം ദൈവത്തിനറിയാം. അത് അവൻ തന്നെ മനസ്സിലാക്കേണ്ടതിന് ഒരു സാഹചര്യം ഒരുങ്ങി വരികയാണ്. ക്ഷീണിച്ച് വേട്ടയ്ക്ക് പോയതായ ഏശാവ് ക്ഷീണിച്ചു വരുമ്പോ ഭവനത്തിലെത്താറായപ്പോ രുചികരമായ പായസത്തിന്റെ മണം. അല്പനേരത്തെ വിശപ്പ് സഹിക്കാൻ കഴിയാത്തതായ ഏശാവ് എന്താ ചെയ്തത്? ആ വിശപ്പിന്റെ കാഠിന്യം അവനെ കീഴ്പ്പെടുത്തി കഴിഞ്ഞപ്പോ അവൻ യാക്കോബിനോട് ഒരു കപ്പ് പായസം ചോദിക്കുകയാണ്. ഇതറിയാവുന്നതായ യാക്കോബ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ജ്യേഷ്ഠാവകാശം ഞാൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടേണ്ടവനാണ് എന്ന് റിബേക്കയിൽ നിന്ന്, സ്വന്തം മാതാവിൽ നിന്ന് കേട്ടതായ യാക്കോബ് ആ അനുഗ്രഹത്തിന് വേണ്ടി തന്നെ തന്നെ ഒരുക്കുവാൻ തീരുമാനിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അനുഗ്രഹം ആർക്കാ ലഭിക്കുന്നത്? പാരമ്പര്യമനുസരിച്ച്, ദൈവത്തിന്റെ ആ നിയമമനുസരിച്ച് ആദ്യജാതനാണ് അനുഗ്രഹം പോകേണ്ടത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ അനുഗ്രഹം ആർക്കാ പോകേണ്ടത്? ഏശാവിനാണ് അനുഗ്രഹം പോകേണ്ടത്. പക്ഷേ ദൈവം ജനനത്തിന് മുമ്പ് തന്നെ യാക്കോബിന് അനുഗ്രഹം കൊടുക്കാമെന്ന് തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോ അനുഗ്രഹത്തിന്റെ അവകാശി ആരാണ്? യാക്കോബാണ് അനുഗ്രഹത്തിന് അവകാശി ഇപ്പോ. പക്ഷേ അവകാശം നിയമപരമായി ആരുടെ കയ്യിലാണ്? ഏശാവിന്റെ കയ്യിലാണ്. ആ അവകാശം എന്ത് ചെയ്യണം? പ്രാപിച്ചെടുക്കണം. അവകാശം പ്രാപിച്ചെടുക്കേണ്ടതിന് യാക്കോബ് തന്നെ ഒരുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടൊക്കെ നമുക്കൊരു ചതിയുടെ അല്ലെങ്കിൽ വഞ്ചനയുടെ പാഠം നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. അത് ഞാൻ തുടർന്ന് പറയാം. എങ്കിലും പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന്റെ പദ്ധതി പൂർത്തീകരിക്കേണ്ടതിന് വേണ്ടി ദൈവം ഒരുക്കുന്നതായ ചില വഴികളുണ്ട്. അത് മനസ്സിലാക്കണം നമ്മൾ. പ്രൈസ് ദി ലോർഡ്. യാക്കോബ് എന്ത് ചെയ്തു? യാക്കോബ് പറഞ്ഞു. യാക്കോബ് വ്യാജമൊന്നും പറഞ്ഞില്ല. യാക്കോബ് ഒറ്റ കാര്യമേ ഡിമാൻഡ് ആവശ്യമുള്ളൂ. ഞാൻ പായസം തരാം, നിനക്ക് ആവശ്യം പോലെ തരാം. പക്ഷെ ഒരു കാര്യമുണ്ട്, നിന്റെ ജ്യേഷ്ഠാവകാശം എനിക്ക് തരണം. പ്രൈസ് ദി ലോർഡ്. യേശാവിന് അത് തിരസ്കരിക്കാനുള്ളതായ പരിപൂർണ സ്വാതന്ത്ര്യമുണ്ട്. യാക്കോബ് ബലാത്കാരം ചെയ്തില്ല, യാക്കോബ് കള്ളം പറഞ്ഞില്ല, യാക്കോബ് ഉപായം പ്രയോഗിച്ചില്ല, ഒന്നും ചെയ്തില്ല അവിടെ. പ്രൈസ് ദി ലോർഡ്. യാക്കോബ് എന്ത് ചെയ്തു? തന്റെ ആവശ്യം പറഞ്ഞു. തന്റെ ആവശ്യം എന്താ? ജ്യേഷ്ഠാവകാശം ലഭിച്ചെങ്കിൽ മാത്രമേ നിയോഗിതമായിരിക്കുന്നതായ ദൈവീയ അനുഗ്രഹം പിതാവിൽ നിന്ന് തനിക്ക് ലഭ്യമാകുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ജ്യേഷ്ഠാവകാശത്തിന് വേണ്ടി ഒരുക്കേണ്ടത് ആവശ്യമായതുകൊണ്ട് യാക്കോബ് യേശാവിനോട് കാര്യം അവന്റെ ആവശ്യം പറയുകയാണ്. ആവശ്യം പറഞ്ഞു കഴിഞ്ഞപ്പോ യേശാവ് എന്ത് ചെയ്തു? എനിക്കെന്തിനാ ജ്യേഷ്ഠാവകാശം? ഞാൻ വിശന്ന് ചത്താ പിന്നെ ജ്യേഷ്ഠാവകാശം കൊണ്ട് എന്താണ് പ്രയോജനമെന്ന് പറഞ്ഞ് തനിക്ക് ലഭിച്ചതായ ജ്യേഷ്ഠാവകാശം അവൻ അലക്ഷ്യമാക്കി കളയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു നേരത്തെ അല്ലെങ്കിൽ ഒരു കപ്പ് പായസത്തിനു വേണ്ടി ജ്യേഷ്ഠാവകാശം നഷ്ടപ്പെടുത്തിയവൻ ദൈവം അവൻ അനുഗ്രഹം കൊടുത്താൽ അവന്റെ സ്വന്തം ലാഭത്തിനു വേണ്ടി, സ്വന്തം കാര്യസാധ്യത്തിനു വേണ്ടി, അവന്റെ താൽക്കാലികമായ ലാഭത്തിനു വേണ്ടി ദൈവത്തിന്റെ അനുഗ്രഹം എന്നേക്കുമായി നഷ്ടപ്പെടുത്തും. ദൈവത്തിന്റെ നിത്യതയ്ക്കുള്ളതായ പദ്ധതി യേശാവിൽ കൂടി പൂർത്തീകരിക്കാൻ കഴിയുകയില്ല എന്ന് നേരത്തെ മനസ്സിലാക്കിയതായ ദൈവം യേശാവിനെ ആ സ്ഥാനത്തു നിന്ന്, ദൈവിക പദ്ധതിയിൽ നിന്ന് മാറ്റി നിർത്തുവാൻ ഇടയായിട്ട് തീരുകയാണ്. അതിന് കാരണം വേറെ ഉണ്ട്. അത് മറ്റൊരു കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാണ് യേശാവ് അങ്ങനെ തീരുമാനിക്കുവാൻ കാരണം എന്നുള്ള കാര്യം നമുക്ക് പിന്നെ ചിന്തിക്കാം. അതിനും കാരണമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു വന്നത്, യേശാവ് ആ ജ്യേഷ്ഠാവകാശം യാക്കോബിന് കൊടുക്കുവാനിടയായി. ആ യാക്കോബ് ജ്യേഷ്ഠാവകാശം ലഭിച്ചു കഴിഞ്ഞപ്പോ റിബേക്കയ്ക്ക് മനസ്സിലായി, പ്രൈസ് ദി ലോർഡ്, ഇനിയും അടുത്തത് അപ്പന്റെ അനുഗ്രഹം യാക്കോബിന് കിട്ടിയേ മതിയാകുകയുള്ളൂ. റിബേക്കയുടെ നോട്ടവും റിബേക്കയുടെ ശ്രദ്ധയും റിബേക്കയുടെ ഇടപാടുകളെല്ലാം
യാക്കോബിൽ കേന്ദ്രീകരിക്കുകയാണ്. അനുഗ്രഹം ലഭിക്കേണ്ടതായ തലമുറയിൽ കേന്ദ്രീകരിക്കുകയാണ്. അവിടെ ഇസഹാക്കല്ല യാക്കോബിന് അനുഗ്രഹത്തിന് കാരണക്കാരൻ. രണ്ടുപേര് രണ്ട് വഴിക്കായി പിരിയുകയാണ്. റാഹേലും റിബേക്കയും ഇസഹാക്കും രണ്ട് വിപരീത ഡയറക്ഷനിലേക്ക് തിരിയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇളയവനായ യാക്കോബ് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും എന്ന് ഒരുപക്ഷെ യാക്കോബ് മനസ്സിലാക്കിയിരിക്കാം. പക്ഷേ ദൈവത്തിന്റെ ആ നിർണയത്തിന് ആ ഇസഹാക്ക് കീഴ്പ്പെട്ടില്ല. ആ അറിഞ്ഞിരുന്നതായ ദൈവിക പദ്ധതിക്ക് മുമ്പിൽ ഇസഹാക്കിന് കീഴ്പ്പെടുവാൻ കഴിഞ്ഞില്ല. കാരണം തന്റെ അപ്പന്റെ പാരമ്പര്യമനുസരിച്ച്, ദേശത്തിന്റെ പാരമ്പര്യമനുസരിച്ച്, ചുറ്റുപാടുകൾ നടപ്പനുസരിച്ച് മൂത്തവനായ ഏശാവിന് അനുഗ്രഹം കൊടുക്കണം എന്നുള്ളതായ ആ ചിന്ത ഇസഹാക്കിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ദൈവത്തിന്റെ പദ്ധതിയുടെ മുമ്പിൽ ഇസഹാക്ക് ഏൽപ്പിച്ചു കൊടുക്കാതെ നിർബന്ധമായും ഏശാവിനെ തന്നെ അനുഗ്രഹിക്കണമെന്നുള്ളതായ ആ നിർബന്ധ ബുദ്ധി ആരിൽ വന്നു? ഇസഹാക്കിൽ വരുവാനായിട്ടിടയായി. പ്രൈസ് ദി ലോർഡ്. തന്റെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച്, ചുറ്റുപാടിനനുസരിച്ച്, ദേശത്തിന്റെ നിയമം അനുസരിച്ച്, കുടുംബത്തിന്റെ പശ്ചാത്തലം അനുസരിച്ച് മൂവ് ചെയ്യുവാൻ ഇസഹാക്ക് തീരുമാനിച്ചു കഴിഞ്ഞപ്പോ അത് ദൈവിക പദ്ധതിക്കെതിരായി മാറി. ദൈവിക പദ്ധതി മനസ്സിലാക്കിയതായ റിബേക്ക ദൈവിക പദ്ധതിക്ക് അനുകൂലമായി മാറിയപ്പോ ഇസഹാക്ക് അതിന് പ്രതികൂലമായി മാറുകയാണ്. രണ്ടുപേരും രണ്ട് ഡയറക്ഷനിലേക്ക് മാറി. പ്രൈസ് ദി ലോർഡ്. പിന്നെ അവിടെ നടക്കുന്ന കാര്യം ശ്രദ്ധിക്കണം. ദൈവത്തിന്റെ ആ പദ്ധതി ഇസഹാക്കിന്റെ ഭവനത്തിൽ കൂടെ നിറവേറേണ്ടതിന് കാരണക്കാരിയായി തീർന്നത് കുടുംബനാഥയാണ്, റിബേക്കയാണ് അതിന് കാരണക്കാരിയായി തീർന്നത്. എന്താണെന്നറിയാമോ? യാക്കോബ് പോകുന്നിടത്തല്ല, യാക്കോബ് തിരിയുന്നിടത്തല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ ചിന്ത യാക്കോബിന്റെ മേലാണ്. മറുഭാഗത്ത് ഏശാവിനെ വിട്ടുകളഞ്ഞില്ല. ഏശാവ് എന്ത് ചെയ്യുന്നു, എന്ത് കേൾക്കുന്നു, എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് വ്യക്തമായി മനസ്സിലാക്കിയതായ റിബേക്ക രണ്ട് തലമുറകളെയും ഒരുപോലെ തന്റെ ഹല്ലേലൂയ നോട്ട പരിധിക്കുള്ളിൽ, ആ അറിവിന്റെ പരിധിക്കുള്ളിൽ നിർത്തുകയാണ്. മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. ഒരു വീട്ടിലെ കുടുംബനാഥ ശ്രദ്ധിക്കേണ്ട വിലപ്പെട്ട ഒരു കാര്യം, അത് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് തലമുറകൾ വഴിതെറ്റിപ്പോകുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന്, നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യണമെന്നും എന്ത് ചെയ്യുന്നു എന്നും എന്ത് കേൾക്കുന്നു എന്നും എന്ത് പറയുന്നു എന്നും മാതാപിതാക്കൾ അറിയണം. പ്രത്യേകിച്ച് സ്ത്രീകൾ അറിയണം. പ്രൈസ് ദി ലോർഡ്. അവരുടെ നടപ്പില്, അവരുടെ ചിന്തയില്, അവരുടെ ഇരിപ്പില്, അവരുടെ സംസാരത്തിൽ, അവരുടെ നോട്ടത്തിൽ അവരെ ശരിയായി ആഴമായി മനസ്സിലാക്കുവാനും ആഴമായി പഠിക്കുവാനും ആഴമായി അവരെ നിയന്ത്രിക്കുവാനും മാതാക്കൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ ദൈവത്താൽ നിയമിതമായ അനുഗ്രഹങ്ങൾ കുടുംബത്തിൽ നിറവേറപ്പെടുകയില്ല എന്ന് ഇന്ന് രാത്രിയിൽ ഞാൻ വളരെ ശക്തമായി പറയുന്നൊരു കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. കുടുംബങ്ങളിൽ തെറ്റിപ്പോയ പല കുടുംബങ്ങളിലേക്ക് നോക്കൂ. ഹല്ലേലൂയ. പല ദൈവദാസന്മാരുടെ ചരിത്രത്തിൽ നോക്കൂ. അവർ ദൈവവേലയിൽ ശക്തന്മാരായി നിൽക്കുവാൻ കാരണം വിശ്വാസത്തിലും അല്ലാതെയും കരുത്തരായ മാതാക്കളുടെ പിൻബലം കൂടി ഉണ്ടായത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഉപദേശത്തിലായാലും നിയന്ത്രണത്തിലായാലും ഹല്ലേലൂയ മാതാക്കളുടെ നിർബന്ധം, മാതാക്കളുടെ നിയന്ത്രണം കുഞ്ഞുങ്ങളുടെ മേൽ വളരെ കർശനമായിട്ടുണ്ടായിരിക്കണം. ഇവിടെ റിബേക്ക അത് ചെയ്തതാണ്. അനുഗ്രഹം ഏശാവിലേക്ക് പോകാതെ യാക്കോബിലേക്ക് പോകുവാൻ ഇടയായിട്ട് തീർന്നത്. ദൈവത്തിന് സ്തോത്രം. ഇസഹാക്ക് ഏശാവിനെ വിളിച്ചു പറഞ്ഞു, നീ പോയി വേട്ടയിറച്ചി കൊണ്ടുപോകാൻ, ഞാൻ നിന്നെ അനുഗ്രഹിക്കാം. ഏശാവിനോട് പറയുന്നത് ആര് കേട്ടു? റിബേക്ക കേട്ടു. കാരണം ഏശാവിന്റെ ചെയ്തികൾക്ക് പുറകിലാണ് റിബേക്ക. അവൾ അത് ചെയ്യാതെ കേൾക്കായിരുന്നെങ്കിലോ, ഏശാവിനെ റിബേക്ക ശ്രദ്ധിക്കാതിരുന്നെങ്കിലോ, എനിക്ക് അവനെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് അവൻ പോകുന്നിടത്ത് പോകട്ടെ എന്ന് പറഞ്ഞ് അവനെ ശ്രദ്ധിക്കാതിരുന്നെങ്കിലോ, പ്രൈസ് ദി ലോർഡ്, ഏശാവിലേക്ക് നന്മ പോകുന്നത് ഒരിക്കലും ആര് മനസ്സിലാക്കുകയില്ല, റിബേക്ക മനസ്സിലാക്കുകയില്ല. പകരം
യാക്കോബേ നീ എന്തു ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുവാൻ റിബേക്കയ്ക്ക് പരിജ്ഞാനവും വകതിരിവും ഉണ്ടായി എന്നുള്ളതാണ് റിബേക്കയ്ക്കുള്ളതായ മറ്റൊരു ഗുണം. ആ വകതിരിവാണ്, ആ ബുദ്ധിയാണ്, ആ പരിജ്ഞാനമാണ് യാക്കോബിലേക്ക് അനുഗ്രഹം വരുവാൻ ഇടയായിട്ട് തീർന്നത്. അതുകൊണ്ട് നാം ദൈവസന്നിധാനത്തിൽ പരിജ്ഞാനമുള്ളവരായി, പ്രത്യേകിച്ച് സഹോദരിമാർ പരിജ്ഞാനമുള്ളവരായി, വിവേകമുള്ളവരായി, തലമുറകളെ ആഴമായി നിയന്ത്രിക്കുന്നവരായി, ശ്രദ്ധിക്കുന്നവരായി, അവരുടെ പ്രവൃത്തികളെ, അവരുടെ സംസാരങ്ങളെ, ഇടപാടുകളെ കാര്യമായി നിയന്ത്രിക്കുന്നവരായി തീരുവാൻ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് തൽക്കാലം ഞാൻ ചിന്തയുടെ അവസാനിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തുടർന്നും ചില കാര്യങ്ങളുടെ ആവശ്യത്തിലുള്ളതായ ബന്ധത്തിൽ പറയുവാനുണ്ടെങ്കിലും അടുത്ത ആഴ്ചയിൽ നമുക്ക് ആ കാര്യം ചിന്തിക്കാം. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇതൊരു ഗുണദോഷമായി, ഇതൊരു ഉപദേശമായി തന്നെ നിങ്ങളത് സ്വീകരിക്കുക. ഉപേക്ഷ വിചാരിക്കരുത്. നമ്മുടെ കുടുംബം ഭദ്രമായിരിക്കാൻ വളർന്നു വരുന്നതായ തലമുറകൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ, ദൈവം അവരുടെ ജീവിതത്തിൽ കൊടുക്കുവാൻ ഉദ്ദേശിക്കുന്നതായ നന്മകൾ അതിൻ്റെതായ പൂർണ്ണത ലഭിപ്പാൻ നാം ചെയ്യേണ്ടത് നാം ചെയ്യാതെ നാം ഉറങ്ങിപ്പോയാൽ നഷ്ടം നമുക്കും നമ്മുടെ തലമുറകൾക്കുമാണ്. ദൈവത്തിന്റെ പദ്ധതി നമ്മുടെ കുടുംബത്തിൽ നിന്ന് അന്യപ്പെട്ടു പോകുവാൻ സാധ്യതയുണ്ട്. അതുണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധാലുക്കളായിരിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം.